ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസണും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡും, അതുപോലെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ്. അപ്പം ഇതിൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേന്ദ്രഭാഗമാണ്. അപ്പം ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ. ബോർ മാതൃക അനുസരിച്ച് ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദർശനം ചെയ്യുന്നത് ഒരു നിശ്ചിത ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകളാണ്. അപ്പോൾ ആറ്റം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദർശനം ചെയ്യുന്നത്. അപ്പം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദർശനം ചെയ്യുന്നത് ഒരു നിശ്ചിത ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിലാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജ്ജമുള്ളതിനാൽ അവയെ ഊർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. അപ്പം ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജം ഉണ്ടായിരിക്കും, അതുകൊണ്ട് അവയെ ഊർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പം ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. അപ്പം ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എങ്ങനെയാണ് ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരികയാണ്. അപ്പോൾ ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന നമ്പർ നൽകിയോ അല്ലെങ്കിൽ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 നമ്പർ നൽകിയോ അല്ലെങ്കിൽ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഇനി ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. നേരത്തെ പറഞ്ഞു, ഓരോ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്, അതിനാൽ ഷെല്ലുകളെ വിളിക്കുന്നത് ഊർജ്ജനിലകൾ. ന്യൂക്ലിയസിൽ നിന്ന് അകലും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. അപ്പോൾ ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രോട്ടോണുകളുടെ ന്യൂട്രോണുകളുടെ ആകെ എണ്ണമാണ്. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. എന്തിന്റെ എണ്ണം? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ആറ്റോമിക മാസ് നമ്പർ എന്നാണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. ആറ്റോമിക നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണവുമാകാം, ഇലക്ട്രോണുകളുടെ എണ്ണവുമാകാം.